അടുത്തത് നമ്മുടെ സെക്ഷൻ ഡി ആണ്. ഒരു സമാന്തരികത്തിൻ്റെ രണ്ട് വശങ്ങൾ 18 സെൻറ്റിമീറ്ററും 14 സെൻറ്റിമീറ്ററുമാണ്. ചെറിയ വശങ്ങൾ തമ്മിലുള്ള അകലം 9 സെൻറ്റിമീറ്ററാണ് എന്നും തന്നിട്ടുണ്ട്. സമാന്തരികത്തിൻ്റെ പരപ്പളവ് കാണാനാണ് പറയുന്നത്. നമ്മൾ ഇങ്ങനെ തരുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കുക കേട്ടോ. ഓക്കെ, അതായത് ഇപ്പോൾ ഇതെങ്ങനെ വരും? ഒരു ഭാഗം 18 സെൻറ്റിമീറ്ററും ഒരു ഭാഗം 14 സെൻറ്റിമീറ്റർ. നമ്മൾ റഫായിട്ടാട്ടോ വരയ്ക്കുന്നത്. അപ്പോൾ ഇത് 18 സെൻറ്റിമീറ്റർ എന്ന് കൊടുക്കുന്നു, ഇത് 14 സെൻറ്റിമീറ്റർ എന്ന് കൊടുക്കുന്നു. ഇനി ഇതിനെ നമുക്കറിയാം, അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡുകൾ എതിർവശങ്ങൾ തുല്യമായിരിക്കും സമാന്തരികത്തിന്. അപ്പോൾ മുകളിൽ 18 ആകുമ്പോൾ താഴെയും 18 ആവും, ഈ സൈഡിൽ 14 ആകുമ്പോൾ ഇവിടെയും 14 ആയിരിക്കും. ഈ ചെറിയ വശങ്ങൾ തമ്മിലുള്ള അകലം 9 സെൻറ്റിമീറ്റർ ആണെന്നും കൂടെ പറയുന്നുണ്ട്. അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള അകലം എന്താണ്? 14 ചെറിയ വശങ്ങൾ 9 സെൻറ്റിമീറ്റർ അല്ല. ഓക്കെ 9 സെൻറ്റിമീറ്ററാണ്. ഇതാണ് ഇപ്പോൾ നമ്മുടെ റഫ് ഫിഗറായിട്ട് വരുന്നത്. ഓക്കെ, ഇതിന് കുറച്ചും കൂടി വൃത്തിയായിട്ടൊക്കെ നിങ്ങൾക്ക് വരയ്ക്കാം കേട്ടോ. ഓക്കെ, ഇനി നമ്മളോട് ചോദിക്കുന്നത് സമാന്തരികത്തിൻ്റെ പരപ്പളവ് കാണാനാണ് ചോദിക്കുന്നത്. സോ സമാന്തരികത്തിൻ്റെ പരപ്പളവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബി ഇൻറ്റു എച്ച് ആണ്. അതായത് പാദം ഇൻറ്റു ഉയരമാണ് പരപ്പളവ് എന്ന് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് എഴുതുന്നില്ല കേട്ടോ. പരപ്പളവ് എന്ന് പറഞ്ഞാൽ പാദം ഇൻറ്റു ഉയരമാണ്. ഇനി നമ്മൾ എന്താണ് പാദമായിട്ട് എടുക്കേണ്ടത് എന്ന് വെച്ചാൽ, നമുക്ക് ഉയരം വേണം. ഈ ഉയരം എന്ന് പറയുമ്പോൾ ഉയരവും പാദവുമായിട്ട് ഒരു ബന്ധമുണ്ട്. പാദത്തിൽ നിന്നാണ് നമ്മൾ ഉയരം വരയ്ക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ചെറിയ വശങ്ങൾക്കിടയിലുള്ളത് എന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട്, വശങ്ങൾ തമ്മിലുള്ള അകലം എന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് നമുക്കിവിടെ 9 എന്ന ഒരു ഉയരം കിട്ടിയിട്ടുണ്ട്. അതായത് പാദം 14 എടുക്കണം. അപ്പോൾ 14 ഇൻറ്റു 9 എന്ന് വരും. ഓക്കെ, 14 ഇൻറ്റു 9 ആണ് നമുക്കിവിടെ കിട്ടുന്നത്. അപ്പോൾ 14 ഇൻറ്റു 9 എന്ന് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 126 ചതുരശ്ര സെൻറ്റിമീറ്ററാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ പരപ്പളവ് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി അടുത്തത് നമ്മളോട് ചോദിക്കുന്നത് വലിയ വശങ്ങൾ തമ്മിലുള്ള അകലം എന്ത് എന്നാണ്. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇത്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ഫിഗറൊക്കെ വരച്ചിട്ട് നമ്മളോട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ഓക്കെ, അടുത്ത മെയിൻ എക്സാമിന് വരാൻ ഒരുപാട് ചാൻസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു ക്വസ്റ്റ്യനും കൂടിയാണിത്. ഇവിടെ നമുക്ക് ആ ഫിഗർ തരാണ്ട് നമ്മൾ തന്നെ മനസ്സിൽ ഫിഗർ വരയ്ക്കുക എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ നമുക്ക് ടോട്ടൽ പരപ്പളവ് നമുക്കറിയാം. പരപ്പളവ് എന്ന് പറഞ്ഞാൽ 126 സെൻറ്റിമീറ്ററാണ്. ഇനി വലിയ വശങ്ങൾക്കിടയിലുള്ള ദൂരം എന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ദൂരമാണ്, അല്ലെങ്കിൽ താഴെ നിന്ന് മുകളിലോട്ട് ഇങ്ങനെ വരയ്ക്കുന്ന ഈ ഒരു ദൂരമാണ് കണ്ടുപിടിക്കാനുള്ളത്. ഇവിടെയുള്ള പാദം എത്രയാണ്? 18 സെൻറ്റിമീറ്റർ ആണല്ലേ. അപ്പോൾ പരപ്പളവ് എന്ന് പറഞ്ഞാൽ ഓക്കെ, പാദം ഇൻറ്റു ഉയരമാണ്. നമ്മൾ പാദം ഇൻറ്റു ഉയരം എന്ന് എഴുതാം കേട്ടോ. ഇവിടെ നമ്മൾ എടുക്കുന്നത് പരപ്പളവിന് 126 സമം പാദം 18 ആയിട്ട് എടുക്കുന്നു. 18 ഇൻറ്റു എച്ച് ആണ്. എച്ച് എന്ന് പറഞ്ഞാൽ ഉയരമാണ് അല്ലേ. ഞാനിതൊക്കെ മായ്ക്കാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഉയരം കണ്ടുപിടിക്കാനുള്ളത് എന്ത് ചെയ്താൽ മതി? ഉയരം സമം ഇവിടെ എച്ച് ഇവിടെ നിൽക്കുന്ന സമയത്ത് നമ്മൾ ഇതിനെ ഉയരം എന്ന് പറഞ്ഞിട്ട് എഴുതാം. എന്ത്? 126. ഈ ഇൻറ്റു എച്ച് ഇങ്ങോട്ട് പോകുമ്പോൾ ബൈ ആവും അല്ലേ. അതായത് 126 ആയിരുന്നല്ലോ അല്ലേ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. യെസ്, 126 ബൈ 18 എന്ന് വരും. ഇവിടെ ഇൻറ്റു ആയിരുന്നത് ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ ബൈ ആയിട്ട് മാറും. അതായത് ഹരിക്കാനുള്ളത് ഗുണിക്കാനാവും, ഗുണിക്കാനുള്ളത് ഹരിക്കാനാവും എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. 126 ബൈ 8 എന്ന് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് 7 എന്ന് കിട്ടും കേട്ടോ. സോ 7 സെൻറ്റിമീറ്ററാണ് വലിയ വശങ്ങൾ തമ്മിലുള്ള ഉയരം വലിയ വശങ്ങൾക്കിടയിലുള്ള ദൂരം എന്ന് കിട്ടും. ഓക്കെ, അതായത് വലിയ വശമാണ് നമ്മൾ പാദമായിട്ട് എടുക്കുന്നത് എങ്കിൽ നമുക്ക് എന്ത് വേണം? ഉയരം 7 സെൻറ്റിമീറ്റർ വേണം. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഒരു ഫാക്ടറിയിലെ തൊഴിലാളികളുടെ ദിവസവേതനം പട്ടികപ്പെടുത്തിയതാണ് ചുവടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിലിപ്പോൾ നമുക്കറിയാം
ഏതൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്? തൊഴിലാളികളുടെ എണ്ണം ആവർത്തി ചതുരം വരയ്ക്കാനാണ് പറയുന്നത്. 7, 13, 10, 8, 12 അങ്ങനെയാണ് നമ്മുടെ സംഖ്യകൾ കൊടുക്കുന്നത്. നമ്മൾക്കൊരു 2, 4, 8 അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ഒരു 12, 15 വരെ കൊടുക്കാം അല്ലേ? അപ്പോൾ ഇവിടെ നിങ്ങൾ ആവർത്തി ചതുരം വരയ്ക്കുന്ന സമയത്ത് പലരുടെയും ഒരു മിസ്റ്റേക്കാണ്. എല്ലാവരും കൊണ്ടിട്ട് 5, 10, 15 അങ്ങനെ കൊടുക്കും. അപ്പോൾ അതിനേക്കാൾ നിങ്ങൾ ഇവിടെയുള്ള സംഖ്യകൾ എങ്ങനെയാണ് നോക്കാം. എത്രയാണ് ഇവിടെ ഡിഫറൻസ്, ഏതൊരു രീതിയിൽ നമുക്ക് ഡിഫറൻസ് കൊടുത്താലാണ് നമുക്ക് നല്ല രീതിയിൽ വരയ്ക്കാൻ പറ്റുന്നതെന്ന് നോക്കാം. അതായത് ഇപ്പോൾ നിങ്ങൾ 5, 10 കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ചെറിയ ഒരു ആവർത്തി ചതുരമാണ് നമുക്കിവിടെ കിട്ടുക. ഓക്കെ, അതുപോലെ ഇവിടെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം. നമ്മളൊരു ആവർത്തി ചതുരം വരയ്ക്കുമ്പോൾ അതിന് ഇങ്ങനെ ഉണ്ടാവില്ല. ഇങ്ങനെ നമ്മൾ വരച്ചു. ഓക്കെ, ഞാനൊരു വേറെ സ്ഥലത്ത് വരച്ച് കാണിക്കാം. നമ്മൾക്ക് ദിവസവേതനവും തൊഴിലാളികളുടെ എണ്ണവുമാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഗ്രാഫ് ഇങ്ങനെ XY ആക്സിസ് കൊടുത്തതിന് ശേഷം താഴെ നിങ്ങൾ എഴുതണം എന്ത്? ദിവസവേതനം എന്ന് നിങ്ങൾ എഴുതണം. ഓക്കെ, ഇവിടെ കൊടുക്കേണ്ടത് വേതനം എന്നാണ്. ഇനി ഈ സൈഡിലാണെങ്കിൽ തൊഴിലാളികളുടെ എണ്ണം എന്ന് നമ്മൾ കൊടുക്കണം. തൊഴിലാളികളുടെ എണ്ണം. ഈ ഒരു കാര്യം നിങ്ങൾ മറന്നു പോവാതെ ചെയ്യണം കേട്ടോ. തൊഴിലാളികളുടെ എണ്ണം എന്ന് നമ്മൾ കൊടുക്കണം. ഓക്കെ, ഇത് എഴുതിയതിന് ശേഷം ഇനി നമ്മൾ നോക്കണം. നമ്മുടെ ക്വസ്റ്റ്യനിൽ 300 - 400, 400 - 500 അങ്ങനെയാണ് വേതനം കൊടുത്തിട്ടുള്ളത് അല്ലേ? അപ്പോൾ നമുക്കിവിടെ 300ൽ സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ 300, പിന്നെ 400, 500, 600, 700, 800 ഇത്രയും ഭാഗം മതി. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞു നേരത്തെ, നിങ്ങൾ പെട്ടെന്ന് ഒരു നമ്പർ എടുത്ത് എഴുതല്ല വേണ്ടത്. ഇതിൽ എത്രയാണ് നമുക്ക് എത്ര കൊടുത്താലാണ് നമുക്ക് നല്ലൊരു രീതിയിൽ വരയ്ക്കാൻ പറ്റുന്നത് നോക്കാം. അപ്പം നമ്മൾ വരച്ചത് പ്രകാരം ഏറ്റവും ചെറുത് 7 പിന്നെ നമുക്ക് 13 വരെയാണ് പോകുന്നത് അല്ലേ? നിങ്ങൾക്ക് വേണമെങ്കിൽ 1 വേണ്ട, എന്നാൽ ഒരു 2, 4, 6 അങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. 2, 4, 6, 8, 10. ഓക്കെ, 12, 14, 14 വരെ കൊടുക്കാം. ഇനി 300 to 400 എന്നത് 12 എന്ന ഭാഗത്താണ് വരുന്നത് അല്ലേ? അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ നിന്ന് 12 എന്ന ഭാഗത്ത് ഞാൻ ചെറിയൊരു ഡോട്ട് ഇട്ട് കൊടുക്കുകയാണ്. 12 എന്ന ഭാഗത്ത് ഡോട്ട് ഇട്ട് കൊടുത്തു. 300ൽ നിന്നും 12ലോട്ട് നമ്മൾ ആ ഒരു ഡോട്ടിലോട്ട് നമ്മൾ വരയ്ക്കുക. 300 മാത്രമല്ല 400 കൂടെ ഉണ്ടല്ലേ? 400 വരെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു ഡോട്ട് ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്യുന്നു. ഓക്കെ, എന്നിട്ട് ഈ ഭാഗം നമുക്ക് ജസ്റ്റ് ഒന്ന് മായ്ച്ച് കളയാം കേട്ടോ. ഓക്കെ, സോറി. അതായത് ഞാനിവിടെ ചെറുതായിട്ട് ആ ഒരു ഭാഗം മായ്ച്ച് കളയുന്നുണ്ട്. നമ്മൾ ആ വരച്ച ഡോട്ട് ഉണ്ടല്ലോ, അത് ജസ്റ്റ് ഒന്ന് മായ്ച്ച് കളഞ്ഞു. ഇനി നമുക്ക് 400 to 500 അത് എത്രയാണ് വരുന്നത്? 8 ആണ് വരുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ചെറിയൊരു ഡോട്ട് ഇട്ട് കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് 400 മുതൽ 500 വരെ എന്നുള്ളത് ഇങ്ങനെ പോയിട്ട് ഈ ഡോട്ടിലോട്ട് നമ്മളങ്ങ് കണക്ട് ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടും. ഓക്കെ, ജസ്റ്റ് നമുക്ക് മായ്ക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് മായ്ച്ച് കളയാം കേട്ടോ അത്. ഓക്കെ, ഇനി 500 to 600 വരുന്നത് 10 ഇതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ 10ലോട്ട് നമ്മളിങ്ങനെ ഒരു ഡോട്ട് വരച്ച് കൊടുക്കാം. ഇനി 500 to 600 എന്ന് പറയുമ്പോൾ ഇത്രയും ഭാഗം വരും. ഓക്കെ, എന്നിട്ട് ഇതിങ്ങനെ ഒരു ബോക്സായിട്ട് വരച്ച് കൊടുക്കുക. മറ്റുള്ള ഭാഗം നമ്മൾ ജസ്റ്റ് ഒന്ന് മായ്ച്ച് കളയാം കേട്ടോ. നിങ്ങൾക്ക് പെൻസിൽ കൊണ്ട് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എളുപ്പത്തിൽ മായ്ച്ച് കളയാൻ വേണ്ടി പറ്റും. ഇനി 600 to 700 വരുന്നത് 13ലോട്ടാണ്. അപ്പോൾ നമുക്കിവിടെ 13 ഇല്ല, പകരം 12 ഉള്ളത് അല്ലേ? ഓക്കെ, 12 വരുന്നത്. സോ 10നും 12നും ഇടയിലായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതുപോലെ ഒരു ഡോട്ട് ഇട്ട് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ 700 വരെ വരുന്നത് ഈ ഒരു ഭാഗമാണ്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഞാനിവിടെ വരച്ചിട്ടുള്ളത് സ്കെയിലോ ഒന്നും ഉപയോഗിച്ചല്ല. ഓരോന്നും എന്ത് ചെയ്യണം, ഒരു ഇടയിലുള്ള ഡിഫറൻസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ 300 മുതൽ 400 വരെ 1 സെൻറ്റിമീറ്റർ അടുക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് തന്നെയാവണം 400 മുതൽ 500 വരെ കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് നല്ല വൃത്തിയിൽ കിട്ടും കേട്ടോ. അപ്പോൾ ഇവിടെ നോക്കി ഞാൻ
എൻ്റെ ഈ ഡിസ്റ്റൻസും ഇവിടെയൊക്കെ തമ്മിൽ വ്യത്യാസമുണ്ട്. ഞാൻ ജസ്റ്റ് റഫായിട്ട് വരച്ച് പോകുന്നതാണ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെയൊക്കെയുള്ള ഈ ഡിഫറൻസ് ഉണ്ടല്ലോ, അതൊക്കെ സെയിം ആവണം കേട്ടോ. ഡിഫറൻസ് വരാൻ പാടില്ല. അപ്പോൾ നിങ്ങൾ ഓരോന്നിപ്പോൾ 300 ടു 400 1 സെൻറ്റിമീറ്റർ, 400 ടു 500 1 സെൻറ്റിമീറ്റർ, ഇങ്ങനെ ഓരോ സെൻറ്റിമീറ്റർ വെച്ചിട്ട് വേണം നിങ്ങൾ വരയ്ക്കാൻ. ഓക്കെ. ഇനി 700 ടു 800 എന്ന് പറയുന്നത് 7 വരുന്നത്. ഓക്കെ, 7 വരുന്നത് അല്ലല്ലോ. അതിനിടയിൽ 700 ടു 800 വരുന്നു. 600 ടു 700 13 വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സോറി കേട്ടോ, ഞാനത് 11 കൊടുത്തത്, 13 വരുന്നത് അല്ലേ. 600 ടു 700 വരുന്നത് 13. സോ നമ്മളിവിടെ എന്ത് ചെയ്യുന്നു, 12 കഴിഞ്ഞിട്ടുള്ള സംഖ്യയാണ് കൊടുക്കുന്നത്. ഓക്കെ, 12 കഴിഞ്ഞിട്ട് മായ്ച്ച് കളയുന്നുണ്ട്. ഞാനിവിടെ ജസ്റ്റ് ഒന്ന് മാറിപ്പോയിട്ടുണ്ട്. 11 ഞാൻ കരുതിയത്, 13. സോ ഇവിടെ നിന്നാണ് കൊടുക്കേണ്ടത്. 13 ഇങ്ങനെ കൊടുക്കുമ്പോൾ 700 വരെ ഇങ്ങോട്ട് വരും. സോ ഇങ്ങനെ കൊടുക്കുന്നു. ഇതാ 13 ടു 400 ടു 700 എന്ന് 600 ടു 700 എന്ന് പറയുന്നത് 13 നമുക്ക് കിട്ടും. ഓക്കെ, ഇനി 700 ടു 800 7 വരുന്നത്. സോ നമുക്ക് 6നും 8നും ഇടയിലുള്ള ഒരു ഭാഗമാണ് നമുക്ക് കൊടുക്കേണ്ടത്. നമ്മൾ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ വരച്ചിട്ട് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ എന്ത് വരുന്നത്, ആവർത്തി ചതുരം വരുന്നത്. ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടുന്നത്. ഇനി നിങ്ങൾ 5 or 10 വെച്ച് കൊടുക്കുകയാണെങ്കിൽ വളരെ ചെറുതാണ് കിട്ടുക. അപ്പോൾ നമുക്കിത് കുറച്ചും കൂടെ ഒരു നല്ല വൃത്തിയിൽ കിട്ടണം കേട്ടോ. അതായത് ഒരു ഇത്രയെങ്കിലും ലെങ്ത്തിൽ കിട്ടണം. പലരും വരച്ചിട്ടുള്ളത് വെക്കുന്ന സമയത്ത് ഇത്രയേ വരുന്നുള്ളൂ, ഇങ്ങനെയൊക്കെയാണ് വരുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ വരരുത്. അതിന് നമ്മൾ എന്ത് ചെയ്താൽ മതി, തൊഴിലാളികളുടെ എണ്ണം എന്ന ഭാഗത്ത്, അല്ലെങ്കിൽ നമ്മുടെ മറ്റ് ആക്സിസിലുള്ള ഭാഗത്ത് കുറച്ചും കൂടെ വലിയ സംഖ്യകൾ ചെറിയ സംഖ്യകൾ കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ആവർത്തി ചതുരം എന്ന് പറയുന്നത്. അപ്പോൾ അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്തത് 15ാമത്തത്, പരപ്പളവ് 16 ചതുരശ്ര സെൻറ്റിമീറ്ററും ചുറ്റളവ് 18 സെൻറ്റിമീറ്ററുമായ ഒരു സമാന്തരീകം വരയ്ക്കുക എന്നാണ് പറയുന്നത്. സമാന്തരികമല്ല, സമാന്തരികം വരയ്ക്കുക എന്നാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ പരപ്പളവ് കാണാനുള്ള സമവാക്യം നമുക്കറിയാം. എന്താണ്, പാദം ഇൻറ്റു ഉയരമാണ്. ഓക്കെ, അത് നമ്മളിവിടെ എഴുതുന്നു. പരപ്പളവ് സമം പാദം ഇൻറ്റു ഉയരം, അതായത് ബി ഇൻറ്റു എച്ച്. ഞാൻ അങ്ങനെ എഴുതാം കേട്ടോ, ബി ഇൻറ്റു എച്ച്. ഇനി ചുറ്റളവ് തന്നിട്ടുണ്ട് അല്ലേ. ചുറ്റളവ് കാണുന്ന സമവാക്യം എന്താണ്, ചുറ്റളവ് അതായത് ഒരു എന്തിൻ്റെയാണ്, സമാന്തരികത്തിൻ്റെയാണ്. ഓക്കെ, സമാന്തരികത്തിൻ്റെ ചുറ്റളവാണെങ്കിൽ നമുക്കറിയാം 2 ഇൻറ്റു എ പ്ലസ് ബി ആണ്. ഇത് രണ്ടും നമുക്കറിയാം. പരപ്പളവ് നമുക്ക് തന്നിട്ടുണ്ട് 16 ചതുരശ്ര സെൻറ്റിമീറ്റർ ആണ്. പെരിമീറ്റർ അതായത് ചുറ്റളവ് നമുക്ക് തന്നിട്ടുണ്ട് 18 സെൻറ്റിമീറ്റർ ആണ്. ഇനി ഇതിൽ നിന്നും നമ്മൾ കണ്ടുപിടിക്കേണ്ട കുറച്ച് പേരുണ്ടല്ലേ. ആരാണ്, യെസ്, ഇവിടെ നമുക്ക് ഇങ്ങനെ കിട്ടിയാൽ മാത്രം പോരാ. ഈ ചുറ്റളവ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ വശങ്ങളുടെ തുക കിട്ടും അല്ലേ. ഓക്കെ, എ പ്ലസ് ബി എന്ന് പറയുന്നത് 2 ഇൻറ്റു എ പ്ലസ് ബി ആണ് 18. അപ്പോൾ എ പ്ലസ് ബി എന്ന് പറയുന്നത് എന്താണ് നോക്കുക, 2 ഇൻറ്റു എ പ്ലസ് ബി സമം 18 സോ എ പ്ലസ് ബി എന്ന് പറയുന്നത് 18/2 ആണ്. അതായത് 18/2 സമം 9 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ 18/2 9 സെൻറ്റിമീറ്റർ ആണ്. എ പ്ലസ് ബി എന്ന് പറയുന്നത്, എയും ബിയും എന്താണ്, 2 വശങ്ങളല്ലേ. എയും ബിയും എന്ന് പറയുന്നത് എ ബി, ഈ രണ്ടും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 9 സെൻറ്റിമീറ്റർ എന്ന് കിട്ടണം. എയും ബിയും കൂട്ടുമ്പോൾ 9 സെൻറ്റിമീറ്റർ കിട്ടണം എന്ന് പറഞ്ഞാൽ എ എന്ന് പറയുന്നതിന് നമുക്ക് എന്താക്കി എടുക്കാൻ പറ്റും, 6ഉം ബിനെ 3ഉമായിട്ട് എടുക്കാം. ഓക്കെ, അതാണല്ലോ 2 സംഖ്യകൾ കൂട്ടുമ്പോൾ നമുക്ക് 9 കിട്ടുന്നത്, 6ഉം 3ഉം അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾ എ എന്ന് പറഞ്ഞാൽ അതായത് ഒരു വശം എ എന്ന് പറഞ്ഞാൽ 6ഉം ബി ആയിട്ട് 3ഉം എടുക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിലിപ്പോൾ പാദമായിട്ട് എന്തെടുക്കാം, പാദം സമം 3 സെൻറ്റിമീറ്റർ എടുക്കാം.
ഓക്കെ, നമുക്കിത് വരയ്ക്കണമല്ലോ. അപ്പോൾ അത് 3 സെൻറ്റിമീറ്റർ എടുക്കുന്ന സമയത്ത് നമുക്കിതിൽ നിന്നും ഇനി ഉയരം കിട്ടേണ്ടതുണ്ട് അല്ലേ? പാദം ഉയരം, അതായത് അതിന് നമ്മൾക്ക് എന്ത് ചെയ്താൽ മതി? നമ്മൾക്കിപ്പോൾ ഒരു സമാന്തരികം വരയ്ക്കുന്ന സമയത്ത് ആ ഒരു കാര്യം നിങ്ങൾ ഓർത്ത് വെക്കുക കേട്ടോ. സമാന്തരികം വരയ്ക്കുന്ന സമയത്ത് നമുക്ക് 2 വശങ്ങളും ഒരു ആംഗിൾ, ഒരു കോണും തരണം. ഓക്കെ, 2 വശങ്ങളും തരണം, ഒരു കോണും തരണം. അതല്ലെങ്കിൽ 2 വികർണങ്ങളും ഒരു കോണും തരണം. അതല്ലെങ്കിൽ നമുക്ക് എന്ത് കിട്ടണം? അതല്ലെങ്കിൽ നമുക്ക് ആ സമാന്തരികത്തിൻ്റെ പാദവും അതിൻ്റെ ഉയരവും കിട്ടണം. ഓക്കെ, അങ്ങനെയൊക്കെയാണ് നമ്മൾക്ക് വരയ്ക്കാൻ പറ്റുന്നത് കേട്ടോ. അപ്പോൾ രണ്ട് വശങ്ങൾ തന്നിട്ടുണ്ടല്ലോ, നമുക്ക് വരയ്ക്കാലോ എന്ന് നിങ്ങൾ ചിന്തിക്കരുതേ. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ ഇവിടെ പാദം 3 സെൻറ്റിമീറ്റർ ആയിട്ട് എടുക്കുന്ന സമയത്ത് നമുക്കിവിടെയുള്ള ഉയരം എത്രയാണെന്ന് കിട്ടണം. അപ്പോൾ പാദം 3 സെൻറ്റിമീറ്റർ ആകുമ്പോൾ നമ്മുടെ പരപ്പളവ് എത്രയായിരുന്നു? ആകെയുള്ള പരപ്പളവ് എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടല്ലോ, പരപ്പളവ് 16 സെൻറ്റിമീറ്റർ ആയിരുന്നു അല്ലേ? യെസ്, 16 സെൻറ്റിമീറ്റർ ആയിരുന്നു. അതുകൊണ്ട് 16 എന്ന് നമ്മൾ എഴുതി, പരപ്പളവ് 16 എന്ന് എഴുതി. ബേസ് ഇൻറ്റു ഹൈറ്റ് അഥവാ പാദം ഇൻറ്റു ഉയരമാണ് നമ്മുടെ പരപ്പളവ് അല്ലേ? അപ്പോൾ ഉയരം കാണാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്താൽ മതി? ഉയരം സമം 16/3, അതായത് 5.33 എന്ന് വരും. അപ്പോൾ നമുക്കിവിടെ ഉയരം കിട്ടിയിട്ടുണ്ട് അല്ലേ? ഇനി നമ്മളിതിനെ എങ്ങനെയാണ് വരയ്ക്കുന്നത് നോക്കാം. ആദ്യം നമ്മൾ പാദമായിട്ട് എടുത്തിട്ടുള്ള 3 സെൻറ്റിമീറ്റർ ലൈന് വരയ്ക്കുക കേട്ടോ. 3 സെൻറ്റിമീറ്റർ വരച്ചു. ഇനി ഈ ഉയരം എത്രയാണ് അത് നമ്മൾ അടയാളപ്പെടുത്തുക. അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഉയരമായിട്ടുള്ള 5.3 സെൻറ്റിമീറ്റർ ഞാൻ എടുത്തു. 5.3. ഇനി നമ്മൾക്ക് അടുത്ത ഒരു വശം എത്രയാണെന്ന് നമുക്കറിയാം. അത് 6 സെൻറ്റിമീറ്റർ ആയിരുന്നല്ലോ. ഓക്കെ, അതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ 5 സെൻറ്റിമീറ്റർ 5.3 സെൻറ്റിമീറ്ററിൻ്റെ നേരെ നമ്മളിങ്ങനെ ജസ്റ്റ് നമ്മൾ ലൈന് വരച്ച് കൊടുക്കുക. ഈ 3 സെൻറ്റിമീറ്ററിന് സമാന്തരമായിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? 5.3 ആയിട്ടുള്ള ഈ ഉയരമായിട്ടുള്ള ലൈന് നമ്മളങ്ങ് നീട്ടി വരയ്ക്കുക. അതായത് ഇതിൻ്റെ അപ്പുറത്തോട്ട് നമ്മൾ എന്ത് ചെയ്യരുത്? നമ്മൾ വരയ്ക്കുന്ന സമാന്തരികം പോവരുത് എന്നുള്ളത് കൊണ്ടാണ് കേട്ടോ. ഓക്കെ, ഇനി 3 സെൻറ്റിമീറ്റർ നമ്മൾ പാദമായിട്ട് എടുത്തു. ഇനി ഈ 3 സെൻറ്റിമീറ്ററിൻ്റെ ഈ ഒരു എൻഡിൽ നിന്ന് നമ്മൾ കോമ്പസ് കുത്തിയിട്ട് 6 സെൻറ്റിമീറ്ററിൽ നമ്മളിങ്ങനെ ഒരു ആർക്ക് വരയ്ക്കുക. ഒരു എന്ത് വരയ്ക്കുന്നു? ഒരു ചാപം വരയ്ക്കുന്നു. ഓക്കെ, ഈ 6 സെൻറ്റിമീറ്ററിലേക്ക് ഞാൻ എന്ത് ചെയ്തു? ഇങ്ങനെ ഞാനിന്ന് വരച്ചു കൊടുത്തു. ഓക്കെ, 6 സെൻറ്റിമീറ്ററാണ് ഇവിടെ വരുന്നത്. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള 3 സെൻറ്റിമീറ്റർ ഞാൻ എന്ത് ചെയ്യുന്നു? ഈ കോമ്പസ് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 3 സെൻറ്റിമീറ്ററിൽ ജസ്റ്റ് നമ്മളൊന്ന് നീട്ടി വരച്ച് കൊടുത്താൽ തന്നെ മതി കേട്ടോ. അതായത് നമ്മളിപ്പോൾ ഈ 5.3 സെൻറ്റിമീറ്റർ വരച്ചിട്ട് നമ്മളിങ്ങനെ വരച്ചില്ല. ചില സമയത്ത് നമ്മൾ ചെറിയ ലൈനാണ് വരയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ ആ 6 സെൻറ്റിമീറ്ററിന് അപ്പുറത്തോട്ട് നമ്മളൊന്ന് നീട്ടി വരച്ച് കൊടുത്താൽ മതി. ഓക്കെ, അതല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം? ഈ 3 സെൻറ്റിമീറ്റർ ഇവിടെ കോമ്പസിൽ എടുത്തിട്ട് ഇവിടെ ജസ്റ്റ് ഒന്ന് മെഷർ ചെയ്ത് ഒന്ന് വെക്കുക. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള 6 സെൻറ്റിമീറ്റർ കോമ്പസിൽ വീണ്ടും എടുത്തിട്ട് ഈ പോയിന്റിൽ നിന്നും ഇങ്ങോട്ടേക്കൊരു ഒരു ചാപം വരച്ച് കൊടുത്തിട്ട് ഇങ്ങനെ നമ്മൾ വരച്ച് കൊടുക്കുക. ഓക്കെ, ഇങ്ങനെ നമ്മൾ വരയ്ക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു സമാന്തരികം കംപ്ലീറ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ ഇവിടെ 3 സെൻറ്റിമീറ്റർ ഉണ്ടാവും, ഇവിടെയും 3 സെൻറ്റിമീറ്റർ ഉണ്ടാവും. ഇത് 6 സെൻറ്റിമീറ്ററും ഇത് 6 സെൻറ്റിമീറ്റർ ഉണ്ടാവും. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ആ ഒരു അളവ് എത്രയാണോ 6 സെൻറ്റിമീറ്റർ ആണല്ലേ, അത് നിങ്ങൾ എന്ത് ചെയ്യുക? കോമ്പസിലെടുക്കുക. ഓക്കെ, അതെടുത്തിട്ട് ഈ പോയിന്റിൽ നിന്നും ഇങ്ങോട്ടേക്ക് ഒരു ആർക്ക് വരച്ച് കൊടുക്കണേ. ഓക്കെ, അത് ഞാൻ പറഞ്ഞില്ല എന്ന് തോന്നുന്നു. അപ്പോൾ ഈ ആർക്ക് വരച്ച് കൊടുക്കുന്ന സമയത്ത് ഇത് തമ്മിൽ കൂട്ടിമുട്ടും. എന്നിട്ട് അത് തമ്മിൽ നമ്മൾ ജോയിൻ ചെയ്യിപ്പിച്ച് വരയ്ക്കാം. ഓക്കെ, അതിനി മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ചോദിക്കണേ. എന്തായാലും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ നമുക്ക് വരും. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ചിത്രത്തിൽ തന്നിരിക്കുന്ന അളവുകളുള്ള ലംബകം വരയ്ക്കുക എന്നാണ്. ലംബകം വരയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ് അല്ലേ? അപ്പോൾ ഇത് മെഷർമെൻറ്റിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ലംബകം വരച്ചു കൊടുക്കണം. ഓക്കെ, ഇത് വരയ്ക്കുന്ന സമയത്ത് ആംഗിൾ എ എന്ന് പറയുന്നത് കോൺ എ 60 ഡിഗ്രിയാണ്. അപ്പോൾ കോൺ ഡി എത്രയായിരിക്കും എന്ന ചോദ്യം ഇവിടെ വരുന്ന സമയത്ത് വരികയാണെങ്കിൽ നമുക്ക് കോൺ എയും കോൺ ഡിയും കൂടെ കൂട്ടുമ്പോൾ 180 ഡിഗ്രി കിട്ടും കേട്ടോ. അതുകൊണ്ട് ഓർത്ത് വെക്കുക. അപ്പോൾ കോൺ ഡി 120 ഡിഗ്രിയാണ് വരിക. ഇവിടെ അങ്ങനെ ചോദിച്ചിട്ടൊന്നുമില്ല, അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു മാത്രം. ഓക്കെ, അതുപോലെ കോൺ ബിയും കോൺ സിയും കൂടെ 180 ഡിഗ്രി വരും എന്നൊക്കെ നിങ്ങൾ ഓർത്ത് വെക്കുക. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ,
ഒരു സമഭുജ സമാന്തരികത്തിൻ്റെ ചുറ്റളവ് 60 സെൻറ്റിമീറ്ററും വികർണത്തിൻ്റെ നീളം 24 സെൻറ്റിമീറ്ററും ആണ്. രണ്ടാമത്തെ വികർണത്തിൻ്റെ നീളം എന്തെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ സമഭുജ സമാന്തരികമാണല്ലേ അവിടെ വിഷയം. ഓക്കെ, ഇതിൻ്റെ ചുറ്റളവ് 60 സെൻറ്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ. സമഭുജ സമാന്തരികത്തിൻ്റെ ചുറ്റളവ് എന്ന് പറഞ്ഞാൽ 4a എന്നാണ്. ചുറ്റളവ് എന്ന് പറഞ്ഞാൽ അതിന് 4 വശങ്ങളാണല്ലോ. അപ്പോൾ ആ 4 വശം കൂടെ കൂട്ടിയാൽ ചുറ്റളവായല്ലോ. സോ ചുറ്റളവ് സമം 4a ആണ്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾക്ക് a എത്രയാണെന്ന് കിട്ടൂലേ. a എന്ന് പറഞ്ഞാൽ എന്താണ്? വശങ്ങളുടെ നീളമാണ് അല്ലേ, വശത്തിൻ്റെ നീളമാണ്. അപ്പോൾ ഒരു വശത്തിൻ്റെ നീളം നമുക്ക് കിട്ടും. ചുറ്റളവ് സമം 4a സമം 60 സെൻറ്റിമീറ്റർ ആണെന്ന് കിട്ടിയാൽ a എന്ന് പറഞ്ഞാൽ എന്താണ്? 60/4 ആണ് അല്ലേ. 60/4 എന്ന് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടും എന്ത്? 15 60/4 എന്ന് പറഞ്ഞാൽ 15 സെൻറ്റിമീറ്റർ ആണെന്ന് കിട്ടും. അപ്പോൾ ഒരു വശം എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മളൊരു സമഭുജ സമാന്തരികം അവിടെ വരയ്ക്കുന്ന സമയത്ത് a എന്ന് പറയുന്ന ഇതാണ് അല്ലേ, 15 സെൻറ്റിമീറ്റർ ആണ് നമുക്ക് കിട്ടും. ഇത് 15 സെൻറ്റിമീറ്റർ, ഇതും 15 സെൻറ്റിമീറ്റർ, ഇതും 15 സെൻറ്റിമീറ്റർ, ഇതും 15 സെൻറ്റിമീറ്റർ. ഇനി ഒരു വികർണത്തിൻ്റെ നീളം 24 സെൻറ്റിമീറ്റർ. അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഇങ്ങനെ വരയ്ക്കുന്ന ഈ ഒരു വികർണം എന്ന് പറയുന്നത്, ഇതിന് നമുക്ക് d എന്ന് കൊടുക്കാം. d 24 സെൻറ്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ വികർണത്തിൻ്റെ നീളം എന്തെന്നാണ്. ഇതിനെ നമ്മൾക്ക് വേറൊരു രീതിയിൽ വരയ്ക്കുകയാണെങ്കിൽ, വേറൊരു രീതിയിൽ നല്ല ഇത് തന്നെ ഒന്ന് ഇലാബറേറ്റ് ചെയ്ത് വരയ്ക്കുകയാണെങ്കിൽ, ഓക്കെ ഞാനിവിടെ കാണിക്കാം. ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓർത്ത് വെക്കുക കേട്ടോ. ഒന്ന് ഇലാബറേറ്റ് ചെയ്ത് വരച്ച് കാണിച്ച് തരാം. ഇതാണ് നമ്മുടെ സമഭുജ സമാന്തരികം എന്ന് പറയുന്നത്. ഇതിന് 2 വികർണങ്ങളാണ് ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ ഈ 2 വികരണത്തിൽ ഒരു വികരണത്തിൻ്റെ നീളമാണ് നമുക്ക് തന്നിട്ടുള്ള 24 സെൻറ്റിമീറ്റർ. ഒരു വികരണം മറ്റൊരു വികരണത്തിന് ലംബ സമഭാജിയാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ഇത് 12ഉം ഇത് 12ഉമായിട്ട് വരും. ഇനി ഒരു വശം എത്രയാണ്? ഒരു വശം എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് 15 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, ഇത് രണ്ടും പരസ്പരം ലംബ സമഭാജി ആയതുകൊണ്ട് ഇത് 90 ഡിഗ്രി ആയിരിക്കും. സോ ഈ ഒരു ത്രികോണം എന്ന് പറയുന്നത്, ഈ ഒരു ത്രികോണം ഉണ്ടല്ലോ, അപ്പോൾ നമ്മൾ ഈ വരയ്ക്കുന്ന ത്രികോണം എന്ന് പറയുന്നത് എത്രയാണ് വരുന്നത്? ഈ ഒരു ഭാഗം എത്രയാണ് വരുന്നത്? ഒരു മട്ട ത്രികോണമാണ് വരുന്നത് അല്ലേ, മട്ട ത്രികോണമാണ് വരുന്നത്. സോ മട്ട ത്രികോണത്തിൻ്റെ കർണം ഇത്, പാദം, ലംബം എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രിയുള്ള ഭാഗമാണല്ലോ. സോ നമുക്ക് അങ്ങനെ കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്താൽ മതി? ഈ കർണം കിട്ടിയിട്ടുണ്ട്, പാദം കിട്ടിയിട്ടുണ്ട്. കർണത്തിൽ നിന്നും കർണം സ്ക്വയറിൽ നിന്നും പാദം സ്ക്വയർ മൈനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കിട്ടൂലേ. അതായത് കർണമായിട്ടുള്ള 15 സ്ക്വയർ മൈനസ് 12 സ്ക്വയർ സമമാണ്, ഞാനിതിന് ഒരു പേര് കൊടുക്കുകയാണെങ്കിൽ ABC എന്ന പേര് കൊടുത്തിട്ടുണ്ടെങ്കിൽ BC സ്ക്വയർ എന്ന് നമുക്ക് കിട്ടും അല്ലേ. BC സ്ക്വയർ, അപ്പോൾ 15ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 225 മൈനസ് 12ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 144 സമം BCയുടെ സ്ക്വയർ. 275ൽ നിന്നും 144 മൈനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ 81 കിട്ടുന്നത് കേട്ടോ. BC സ്ക്വയർ എന്ന് പറഞ്ഞാൽ 81. സോ BC എന്ന് പറഞ്ഞാൽ √81, അതായത് 9 എന്ന് കിട്ടും. അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ദൂരമാണ് ഈ 9 എന്ന് കിട്ടിയത്. സോ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കും ഇത് തന്നെയാവൂലേ, 9. അതായത് ഒരു വികരണത്തിൻ്റെ, അതായത് ഒരു വികരണം നമുക്ക് തന്നു, അത് 24 സെൻറ്റിമീറ്റർ ആയിരുന്നു. അടുത്ത വികരണത്തിൻ്റെ നീളം എന്ന് പറയുന്നത് എത്രയാണ്? 18 സെൻറ്റിമീറ്റർ ആണ് എന്ന് നമുക്കിവിടെ കിട്ടും. ഓക്കെ, അപ്പോൾ അത് റെഡിയായി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതിൻ്റെ പരപ്പളവ് കാണാനാണ്. ഇതിൻ്റെ പരപ്പളവ് കാണുന്നതിനുള്ള സമവാക്യം എന്ന് പറയുന്നത് പരപ്പളവ് സമം അര ഇൻറ്റു D1 D2 ആണ്. അര ഇൻറ്റു D1 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം തന്നിട്ടുള്ളതാണല്ലേ, 24 ഇൻറ്റു D2 നമ്മൾ കണ്ടുപിടിച്ച് 18 ആണ്. സോ അര ഇൻറ്റു 24 ഇൻറ്റു 18, 24നെയും 2നെയും നമുക്ക് 12 എന്ന് കൊടുക്കാം. 12 ഇൻറ്റു 18 നമ്മൾ ചെയ്യുന്ന സമയത്ത് 216 ചതുരശ്ര സെൻറ്റിമീറ്റർ എന്ന് കിട്ടും കേട്ടോ.
ഓക്കെ, ഇനി അടുത്തത് എതിർവശങ്ങൾ തമ്മിലുള്ള അകലം എന്ത് എന്ന് ചോദിക്കുന്നുണ്ട്. ഓക്കെ, അതായത് എതിർവശങ്ങൾ തമ്മിലുള്ള അകലം എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ വരച്ച പോലെ തന്നെ ഒന്നുകൂടെ വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഇതാണ് നമ്മുടെ സമഭുജ സമാന്തരികം എന്ന് പറയുന്നത്. ഇത് ഡയഗണൽസ് ആണ് അല്ലേ. ഓക്കെ, ഇതിൻ്റെ എതിർവശങ്ങൾ തമ്മിലുള്ള ദൂരം എന്ന് പറയും. സോറി കേട്ടോ, ഒന്ന് ലാഗായി പോയിട്ടുണ്ട്, ചെറിയൊരു കോൾ വന്നതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എതിർവശങ്ങൾ തമ്മിലുള്ള അകലം എന്താണെന്ന് നമ്മളോട് ചോദിക്കുന്നുണ്ട് അല്ലേ. അതായത് എതിർവശങ്ങൾ തമ്മിലുള്ള അകലം എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു റോംബസിൻ്റെ ഉയരമാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഉയരം എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഇവിടെ 2 സമവാക്യങ്ങൾ ഉപയോഗിക്കാനുണ്ട് കേട്ടോ. ഒരു റോംബസിൻ്റെ പരപ്പളവ് കാണുന്നതിന് 2 സമവാക്യങ്ങളുണ്ട്. ഒന്നാമത്തെ നമ്മൾ നമ്മുടെ സമാന്തരികം ചെയ്യുന്ന പോലെ തന്നെ പാദം ഇൻറ്റു ഉയരം എന്നും, രണ്ടാമത്തെ നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ള അര ഇൻറ്റു ഡയഗണൽ 1 ഇൻറ്റു ഡയഗണൽ 2, അതായത് നമ്മുടെ വികരണം, ആദ്യ വികരണം ഇൻറ്റു രണ്ടാമത്തെ വികരണം എന്നുള്ള രീതിയിൽ E1 ഇൻറ്റു D2 എന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇവിടെയാണെങ്കിൽ നമ്മൾക്ക് എന്ത് കൊടുക്കാം, ബേസ് ഇൻറ്റു അഥവാ പാദം ഇൻറ്റു ഉയരം. ഇവിടെ പാദം എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് ഒരു സൈഡാണ് അല്ലേ, ഏത് സൈഡ് നമുക്ക് എടുക്കാം, ഇൻറ്റു ഉയരമാണ്. അപ്പോൾ നമ്മൾക്കിവിടെ ഈ ഒരു സമഭുജ സമാന്തരികത്തിൻ്റെ ഉയരം ആയിട്ട് പരപ്പളവായിട്ട് നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്, 216 എന്ന് കിട്ടിയിട്ടുണ്ട് അല്ലേ. ഏരിയ സമം എസ് ഇൻറ്റു സൈഡാണ് കേട്ടോ പറയാം, സൈഡ് ഇൻറ്റു ഉയരം എന്ന രീതിയിൽ നമ്മൾ ചെയ്യുക. സൈഡ് എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ 15 സെൻറ്റിമീറ്റർ ആണ്, ഇൻറ്റു എച്ച് എന്താണെന്ന് നമുക്കറിയില്ല, എച്ചാണ് നമ്മൾക്ക് കണ്ടുപിടിക്കാനുള്ളത്. 216 എന്ന് കിട്ടും. അഥവാ എച്ച് എന്ന് പറഞ്ഞാൽ 216/15, അതായത് 14.4 കേട്ടോ കിട്ടുന്നത്. 14.4 ഈ ഒരു സമഭുജ സമാന്തരികത്തിൻ്റെ എതിർവശങ്ങൾ തമ്മിലുള്ള അകലം എന്ന് പറയുന്നത്, അതായത് ഉയരം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം കേട്ടോ. ഓക്കെ, അപ്പോൾ സമഭുജ സമാന്തരികം നമ്മൾ വരച്ചിട്ട് അതിൻ്റെ എതിർവശങ്ങൾ എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണല്ലോ വരുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ദൂരമാണ് ഈ പറയുന്ന 14.4 എന്ന് പറയുന്നത്. ഇനി അല്ലെങ്കിൽ എന്ന് പറഞ്ഞ ഇനി അടുത്തത് അല്ലെങ്കിൽ എന്ന് പറയുന്ന ഒരു ഓർ ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. തന്നിരിക്കുന്ന ലംബകത്തിൽ ABCD എന്ന് തന്നിട്ടുണ്ട്, സമാന്തരമാണ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇവിടെ നമുക്ക് AE 9 ഓരോന്നിൻ്റെയും മെഷർമെൻറ്റ്സ് ഒക്കെ തന്നിട്ടുണ്ട്. DEയുടെ നീളം എന്തെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഇതിൽ ഈ ഫിഗറിൽ ചെറിയ ഒരു മാറ്റം ഉണ്ട് കേട്ടോ. അതായത് AE 9 സെൻറ്റിമീറ്റർ ആണ്, AD 15 സെൻറ്റിമീറ്റർ ആണ്, EB 13 സെൻറ്റിമീറ്റർ ആണ് കേട്ടോ. ഇവിടെ 9 എന്നാണ് കാണിക്കുന്നത്, ഇവിടെ 13 സെൻറ്റിമീറ്റർ ആണ് കേട്ടോ. CD എന്ന് പറയുന്ന ഈ ഭാഗം 8 സെൻറ്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ DEയുടെ നീളമാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇവിടെ നമുക്ക് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു ഭാഗം ഇവിടെ കണ്ടിട്ടുണ്ടെങ്കിൽ, ഈ ഒരു പെട്ടി പോലെയുള്ള പെട്ടിക്കൂട് കണ്ടിട്ടുണ്ടെങ്കിൽ ഇതൊരു മട്ടത്രികോണമാണ് എന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റും അല്ലേ. ഇങ്ങനെ ഇതൊരു മട്ടത്രികോണമാണ്. ഓക്കെ, അപ്പോൾ മട്ടത്രികോണം ഇതന്നെ നമുക്ക് ചെയ്യാനുള്ളത്. ഇപ്പം 3ാമത്തെ തവണയായി എന്തോ ആണ് ഇതേ മെത്തേഡ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ മട്ടത്രികോണത്തിൻ്റെ ലംബവശമാണ് നമ്മൾക്ക് കണ്ടുപിടിക്കാനുള്ളത്. അതായത് DE² ആണ് കണ്ടുപിടിക്കാനുള്ളത്. DE² = AD² - AE² ആണ് ചെയ്യേണ്ടത്. AD² എന്ന് പറഞ്ഞാൽ AD എത്രയാണ്, 15 ആണ്. 15² - AE² എന്ന് പറഞ്ഞാൽ 9². അപ്പോൾ 15ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 225 - 81 എന്ന് കിട്ടും, അതായത് 144. അപ്പോൾ DE² 144 ആണെങ്കിൽ DE = √144 എന്ന് വരും. 144 എന്ന് പറഞ്ഞാൽ 12 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് 12 എന്ന് കിട്ടും. അപ്പോൾ എന്ത് കിട്ടി, DEയുടെ നീളം 12 സെൻറ്റിമീറ്റർ ആണെന്ന് കിട്ടി. ഇനി സമാന്തര വശങ്ങളുടെ തുക എന്ത് എന്നാണ് ചോദിക്കുന്നത്. ഇവിടെ ആദ്യം നമ്മൾക്ക് എന്ത് കിട്ടണം, സമാന്തരമായിട്ടുള്ള വശങ്ങൾ ഏതൊക്കെയാണെന്ന് കിട്ടണം. DC ആണ് ഒന്നാമത്തെ സമാന്തരമായിട്ടുള്ള വശം എന്ന് പറയുന്നത്. DC നമുക്ക് തന്നിട്ടുണ്ട് 8 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ
EB എന്ന് പറയുന്നത് 13 + 9 എത്രയായി? 21 ആയി അല്ലേ? അപ്പോൾ ഇവിടെ 21 21ഉം ഇവിടെ കിട്ടുന്നത് 22 കിട്ടുന്നത്. 13 പ്ലസ്, അതായത് ഈ ഒരു സൈഡ് മാത്രം നമുക്ക് AB എന്ന് പറയുന്ന സൈഡ് തന്നെ നമുക്ക് 13 + 9 22 എന്ന് 22 കിട്ടും. ഇനി DC എത്രയാണ്? 8 സെൻറ്റിമീറ്റർ ആണ്. അതിൻ്റെ സമാന്തരമായിട്ടുള്ള വശങ്ങളുടെ തുക എന്ന് പറയുമ്പോൾ അപ്പോൾ എന്ത് കിട്ടും? AB + DC ആണ് 22 + 8 30 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ സമാന്തര വശങ്ങളുടെ തുക 30 സെൻറ്റിമീറ്റർ ആണെന്ന് കിട്ടി. ഇനി ലംബകത്തിൻ്റെ പരപ്പളവ് കാണണം അല്ലേ? പരപ്പളവ് കാണാനുള്ള സമവാക്യം നമുക്കറിയാം. A + B / 2 × H എന്നായിരുന്നു. A + B എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ ചെയ്തു, 30 /2 × H എന്ന് പറഞ്ഞാൽ ഇവിടെ വരുന്നത് DE ആണ്, അതായത് 12 ആണെന്ന് കിട്ടും. 30/2 15 × 12 ചെയ്യുന്ന സമയത്ത് നമുക്ക് 180 ചതുരശ്ര സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസേഴ്സ് വരുന്നത്. സിമ്പിളാണ്, നിങ്ങളൊന്ന് മനസ്സ് വെച്ചാൽ നിങ്ങൾക്ക് കിട്ടാവുന്നതേ ഉള്ളൂ കേട്ടോ. സോ ഇതൊക്കെ വെച്ച് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.